ദൈവം തിരിയാൻ പറയുമ്പോൾ തിരിയാൻ തയ്യാറാകുന്നതാണ് വഴിത്തിരിവ്. ദൈവം മോശയോട് പറയുന്നു, മോശേ ഈ ജനത്തോട് പറ, തിരിയാൻ പറ, ഈ റൂട്ടല്ല, തിരിയാൻ പറ. മോശ ആദ്യം തിരിഞ്ഞു. മോശ എങ്ങനെ തിരിയുന്നോ കൂടെ നിൽക്കുന്നവർ അങ്ങനെ തിരിയും. മോശ തിരിയാൻ പറഞ്ഞു, മോശ തിരിഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ മിഗ്ദോൽ കടലിന്റെ സൈഡിൽ കൂടെ വഴിയെടുത്തോളാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും നാളും മിണ്ടാതിരുന്ന ദൈവം, ഒരു വഴിയും പറഞ്ഞു കൊടുക്കാതിരുന്ന ദൈവം വഴി പറയാൻ വന്നു. ദൈവം പറഞ്ഞ വഴി അവരെടുത്തു. ദൈവം പറഞ്ഞ വഴിയിലേക്ക് അവര് തിരിഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. കാരണം ദൈവം പറഞ്ഞ വഴിയിലാണ് പ്രതിസന്ധി. ദൈവം പറഞ്ഞ വഴിയിലാണ് ചെങ്കടൽ. ദൈവം പറഞ്ഞ വഴിയിലാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. സ്തോത്രം. എന്നാ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവമാണ് ആ വഴി എടുക്കാൻ പറഞ്ഞെങ്കിൽ, ദൈവമാണ് തിരിയാൻ പറഞ്ഞെങ്കിൽ, ദൈവം പറഞ്ഞ വഴിയിലോട്ട് തിരിഞ്ഞ കാരണം കൊണ്ട് നീ ചെങ്കടൽ കണ്ടെങ്കിൽ അതിനകത്ത് എന്തോ തമ്പുരാന് ചെയ്യാനുണ്ട്. ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഇവർ തിരിഞ്ഞു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിക്കകത്ത് പോയി വീണു. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇത് ഫറവോ അറിഞ്ഞു. ഇറങ്ങിത്തിരിച്ചവൻ എങ്ങും എത്തിയില്ലെന്ന്, ഇറങ്ങിത്തിരിച്ചവൻ പെട്ടുപോയെന്ന്. ഫറവോ പറഞ്ഞു, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് മനസ്സിൽ കാണണം, എന്നാലേ ഈ വഴി എന്നാന്ന് മനസ്സിലാവൂ. ദൈവം എടുക്കാൻ പറഞ്ഞ വഴി. മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ കുറെ ആളുകൾ കാണും, പുറകിലത്തെ ഫറവോനെ സൈന്യത്തെ വേറെ കുറെ ആളുകൾ കാണും. എന്നാൽ ഇത് സംവിധാനം ചെയ്തവൻ മുകളിൽ നിന്ന് ഇത് മുഴുവൻ കാണുകയാണ്. ഇസ്രായേലെ കഴുകൻ ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തില്ലയോ എന്ന് തമ്പുരാൻ ചോദിച്ചില്ലേ? ഒരു ഡ്രോൺ ക്യാമറ കൊണ്ട് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഇത് ഓർഗനൈസ് ചെയ്തവൻ മുകളിൽ നിന്ന് മുഴുവൻ കാണുകയാണ്. എൻ്റെ ബുദ്ധിക്കും എൻ്റെ ചിന്തകൾക്കും അപ്പുറമായി ഞാൻ തടസ്സമെന്ന് കരുതിയ, ദൈവമെടുത്ത വഴിയിൽ ഞാൻ പ്രതിസന്ധി എന്ന് കരുതിയ ചെങ്കടലിനെ എനിക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴിയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ഇന്ന് രാത്രി കർത്താവിനൊന്ന് നന്ദി പറ. വാഗ്ദത്തം എൻ്റെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം എൻ്റെ തലമുറയുടെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം എൻ്റെ ജീവിതത്തിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം തിരിയാൻ പറയുമ്പോൾ തിരിയാൻ തയ്യാറാകുന്നതാണ് വഴിത്തിരിവ്. ദൈവം മോശയോട് പറയുന്നു, മോശേ ഈ ജനത്തോട് പറ, തിരിയാൻ പറ, ഈ റൂട്ടല്ല, തിരിയാൻ പറ. മോശ ആദ്യം തിരിഞ്ഞു. മോശ എങ്ങനെ തിരിയുന്നോ കൂടെ നിൽക്കുന്നവർ അങ്ങനെ തിരിയും. മോശ തിരിയാൻ പറഞ്ഞു, മോശ തിരിഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ മിഗ്ദോൽ കടലിന്റെ സൈഡിൽ കൂടെ വഴിയെടുത്തോളാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും നാളും മിണ്ടാതിരുന്ന ദൈവം, ഒരു വഴിയും പറഞ്ഞു കൊടുക്കാതിരുന്ന ദൈവം വഴി പറയാൻ വന്നു. ദൈവം പറഞ്ഞ വഴി അവരെടുത്തു. ദൈവം പറഞ്ഞ വഴിയിലേക്ക് അവര് തിരിഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. കാരണം ദൈവം പറഞ്ഞ വഴിയിലാണ് പ്രതിസന്ധി. ദൈവം പറഞ്ഞ വഴിയിലാണ് ചെങ്കടൽ. ദൈവം പറഞ്ഞ വഴിയിലാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. സ്തോത്രം. എന്നാ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവമാണ് ആ വഴി എടുക്കാൻ പറഞ്ഞെങ്കിൽ, ദൈവമാണ് തിരിയാൻ പറഞ്ഞെങ്കിൽ, ദൈവം പറഞ്ഞ വഴിയിലോട്ട് തിരിഞ്ഞ കാരണം കൊണ്ട് നീ ചെങ്കടൽ കണ്ടെങ്കിൽ അതിനകത്ത് എന്തോ തമ്പുരാന് ചെയ്യാനുണ്ട്. ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഇവർ തിരിഞ്ഞു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിക്കകത്ത് പോയി വീണു. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇത് ഫറവോ അറിഞ്ഞു. ഇറങ്ങിത്തിരിച്ചവൻ എങ്ങും എത്തിയില്ലെന്ന്, ഇറങ്ങിത്തിരിച്ചവൻ പെട്ടുപോയെന്ന്. ഫറവോ പറഞ്ഞു, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും.
ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് മനസ്സിൽ കാണണം, എന്നാലേ ഈ വഴി എന്നാന്ന് മനസ്സിലാകൂ. ദൈവം എടുക്കാൻ പറഞ്ഞ വഴി. മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ കുറെ ആളുകൾ കാണും, പുറകിലത്തെ പറവോനെ സൈന്യത്തെ വേറെ കുറെ ആളുകൾ കാണും. എന്നാൽ ഇത് സംവിധാനം ചെയ്തവൻ മുകളിൽ നിന്ന് ഇത് മുഴുവൻ കാണുകയാണ്. ഇസ്രായേലെ കഴുകൻ ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തില്ലയോ എന്ന് തമ്പുരാൻ ചോദിച്ചില്ലേ? ഒരു ഡ്രോൺ ക്യാമറ കൊണ്ട് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഇത് ഓർഗനൈസ് ചെയ്തവൻ മുകളിൽ നിന്ന് മുഴുവൻ കാണുകയാണ്. എൻ്റെ ബുദ്ധിക്കും എൻ്റെ ചിന്തകൾക്കും അപ്പുറമായി ഞാൻ തടസ്സമെന്ന് കരുതിയ, ദൈവമെടുത്ത വഴിയിൽ ഞാൻ പ്രതിസന്ധി എന്ന് കരുതിയ ചെങ്കടലിനെ എനിക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴിയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ഇന്ന് രാത്രി കർത്താവിനൊന്ന് നന്ദി പറ. വാഗ്ദത്തം എൻ്റെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം എൻ്റെ തലമുറയുടെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം എൻ്റെ ജീവിതത്തിന് മേലുണ്ടെങ്കിൽ